മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ അടുത്ത ടോപ്പിക്കാണ് സ്പീഡും വെലോസിറ്റിയും. എന്താണ് സ്പീഡ് എന്ന് നോക്കാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ഈസ് കോൾഡ് സ്പീഡ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സമയത്തിനനുസരിച്ച് ഒരു ബോഡിയുടെ ഡിസ്റ്റൻസിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ് സ്പീഡ്. ദാറ്റ് ഈസ് speed is equal to distance by time. അപ്പോൾ ഡിസ്റ്റൻസ് ഒരു സ്കേലർ ക്വാണ്ടിറ്റി ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ട് സ്പീഡും ഒരു സ്കേലർ ക്വാണ്ടിറ്റി ആണ്. സ്പീഡ് ഈസ് എ സ്കേലർ ക്വാണ്ടിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് കോൾഡ് വെലോസിറ്റി. അപ്പോൾ സമയത്തിനനുസരിച്ച് ഒരു ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയാം. അപ്പോൾ വെലോസിറ്റിക്ക് നമുക്കൊരു ഇക്വേഷൻ എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ, വെലോസിറ്റി v is equal to displacement by time. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെന്റിനെ നമുക്ക് എസ് എന്നെടുക്കാം ബൈ ടി. ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് വെലോസിറ്റിയും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സ്പീഡിന്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. കാരണം ഡിസ്റ്റൻസിന്റെ SI യൂണിറ്റ് മീറ്ററാണ്, ടൈമിൻ്റെ SI യൂണിറ്റ് സെക്കൻഡാണ്. അതുകൊണ്ട് സ്പീഡിൻ്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. അതുപോലെ വെലോസിറ്റിയുടെ SI യൂണിറ്റും മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. സ്പീഡിൻ്റെ ഡയമെൻഷൻസ് L(t⁻⁻1) ആണ്. അതുപോലെ വെലോസിറ്റിയുടെയും ഡയമെൻഷൻസ് L(t⁻⁻1) തന്നെയാണ്. ഇനി കുറച്ച് 2-3 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോക്കാം. സ്പീഡ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. ഒരു ബോഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അതിൻ്റെ കാരണം ഡിസ്റ്റൻസ് നെഗറ്റീവ് ആവില്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ വെലോസിറ്റിക്ക് നെഗറ്റീവും പോസിറ്റീവും ആവാൻ കഴിയും. ഒരു ബോഡി മോഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡിന് 0 ആവാൻ കഴിയില്ല. എന്നാൽ വെലോസിറ്റിക്ക് ആഫ്റ്റർ ദ മോഷൻ സ്റ്റാർട്ടഡ് velocity can be 0. ഇത്രയാണ് വെലോസിറ്റിയെയും സ്പീഡിനെയും കുറിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ടൈപ്സ് ഓഫ് വെലോസിറ്റി. നമുക്ക് എത്ര തരം വെലോസിറ്റി ഉണ്ടെന്ന് നോക്കാം. ആവറേജ് വെലോസിറ്റി ആൻഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. എന്താണ് ആവറേജ് വെലോസിറ്റി? ആവറേജ് വെലോസിറ്റി വി ആവറേജ്, അതായത് വി എന്ന ലെറ്ററിന് മുകളിലൊരു വര ഇട്ടാൽ അതിൻ്റെ അർത്ഥം ഇത് ആവറേജ് വെലോസിറ്റി ആണെന്നാണ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ ആവറേജ് വെലോസിറ്റി ഈസ് ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. എന്നാൽ എന്താണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി? ആ പേരിൽ തന്നെയുണ്ട്. ഇൻസ്റ്റന്റേനിയസ് എന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റന്റ് ഓഫ് ടൈം. അതായത് ദ വെലോസിറ്റി ഓഫ് എ ബോഡി അറ്റ് ആൻ ഇൻസ്റ്റന്റ് ഓഫ് ടൈം ഈസ് കോൾഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് as equation v average is equal to delta x by delta t എന്നാണ്.
എന്നാൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയെ നമ്മൾ v is equal to ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. ഇതിൻ്റെ അർത്ഥം ആവറേജ് വെലോസിറ്റിയിലുള്ള ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ അത്ര ചെറിയ ഒരു ടൈമല്ല ചേഞ്ച് ആവുന്നത്, വളരെ ചെറുതാക്കണം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഡെൽറ്റ ടിയെ നമ്മൾ 0യിലേക്ക് ടെൻഡ് ചെയ്യുക, 0 ആക്കുക, ഈക്വൽ ടു 0 എന്ന് ചില കുട്ടികളെങ്കിലും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നുവെച്ചാൽ വളരെ ചെറുതാക്കുക, വളരെ ചെറിയതാക്കുക എന്നാണ് ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ അർത്ഥം. അതായത് ആവറേജ് വെലോസിറ്റിയിലെ ഡെൽറ്റ ടി 0യോട് അടുത്ത്, അതായത് അത്രയും ചെറിയ ടൈം ആക്കിയാൽ നമുക്ക് ഇതിനെ ഡിനോട്ട് ചെയ്യാം dx by dt. അപ്പോൾ ഇനി dx by dt v is equal to dx by dt എന്നാൽ അതിൻ്റെ അർത്ഥം ഇത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്നാണ്. ഇനിയിപ്പം നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയെ dx by dt എന്നതിന് പകരം ds by dt എന്നും എഴുതാവുന്നതാണ്. അപ്പോൾ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫൊക്കെ വരയ്ക്കുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ എക്സ് എന്നതിന് പകരം എസ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. വീഡിയോ പോസ് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻ ഒരു പേപ്പറിലേക്ക് എഴുതിയെടുക്കുക. ഡയഗ്രം ഉണ്ടെങ്കിൽ അതും വരച്ചെടുക്കുക. അപ്പം നമ്മളുടെ ക്വസ്റ്റ്യനിലുള്ള ഡയഗ്രം ഇങ്ങനെയാണ്. അതായത് ഒരു ഒബ്ജക്റ്റ് ഓന്ന് ക്യൂവിലെത്തി, ക്യൂന്ന് പിയിലെത്തി, പിന്ന് ക്യൂവിൽ തിരിച്ചെത്തുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മളുടെ ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ഒ ടു പി ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനാണ്. ചിത്രത്തിലേക്ക് നോക്കാം. ഓയിൽ നിന്നും പിയിലെത്തുക എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇവിടെ എത്തുക. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് 360 അതിന് എടുക്കുന്ന ടൈം 12, 14, 18 സെക്കൻഡാണ്. ദാറ്റ് ഈസ് ടോട്ടൽ ഡിസ്റ്റൻസ് ഒന്ന് പിയിലേക്ക് 360 മീറ്റർ ബൈ 18 സെക്കൻഡ്. അത് നമുക്ക് കിട്ടുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമുക്ക് ആവറേജ് വെലോസിറ്റി ഫ്രം ഒ ടു പി ആണ്. അതായത് നമ്മൾ സ്പീഡ് കണ്ടുപിടിച്ചു, അതേ സമയത്തുള്ള ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് ഈ സമയത്തുള്ള ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് വേണം. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് പിയിലേക്ക് പോകുമ്പം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ ആണ്. ഫൈനൽ ആൻഡ് ഇനീഷ്യൽ ആണ്. അതായത് 360 ഫൈനൽ മൈനസ് 0. അപ്പോൾ 360 തന്നെയാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 360 ബൈ അതിനെടുക്കുന്ന ടൈം 18 തന്നെ. ദാറ്റ് ഈസ് 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് കിട്ടിയ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും ഈ കേസിൽ ഒന്ന് തന്നെയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒ ടു പി ആൻഡ് ബാക്ക് ടു ക്യൂ. അപ്പം ഒന്ന് പിയിലേക്ക് ഓൾറെഡി നമുക്കറിയാം, ഒന്ന് പിയിലേക്ക് 360 മീറ്ററാണ് ഡിസ്റ്റൻസ്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ 360 നമ്മൾ 40 + 40 + 40 കൂട്ടണം. അപ്പോൾ 360ഉം 440 480 480 ഡിവൈഡഡ് ബൈ ഇവിടുന്ന് പിയിലെത്താൻ 18 സെക്കൻഡ്സ്, പിന്നെ 2 സെക്കൻഡ്സ് പ്ലസ് 2 സെക്കൻഡ്സ് പ്ലസ് 2 സെക്കൻഡ്സ്. അപ്പം 18 + 2 6 18 + 6 24. സോ ആൻസർ 20 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ആവറേജ് വെലോസിറ്റി ഈ സമയത്ത്, അതായത് ഒന്ന് പിയിൽ പിന്നെ പിന്ന് ക്യൂവിലെത്തുമ്പോഴുള്ള ആവറേജ് വെലോസിറ്റി ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ബോഡി ഇപ്പോൾ നിലവിലുള്ളത് ക്യൂവിലാണ്. അപ്പോൾ ഓയിൽ നിന്നും ക്യൂവിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അത് 240 ആണ് കാണാൻ പറ്റും. സോ ആവറേജ് വെലോസിറ്റി ഈസ്
240 ബൈ ഇതിനെടുക്കുന്ന ടൈം ഇവിടുന്ന് പോയിട്ട് 18 സെക്കൻഡ്സ് പിയിലെത്തിയിട്ട് പിന്നെയും 6 സെക്കൻഡ്സ് എടുത്തിട്ടാണ് ഇവൻ ക്യൂലെത്തുന്നത്. അപ്പോൾ ടോട്ടൽ ടൈം 24 തന്നെയാണ്. അപ്പോൾ 24. ആൻസർ ഇസ് 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഈ കേസിൽ ആവറേജ് സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡും ആവറേജ് വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡും